നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലിയക്കരയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വൈകിയത് അന്വേഷിക്കാനെത്തിയ ജനപ്രതിനിധിക്ക് പോസ്റ്റൽ ജീവനക്കാരുടെ ശകാരവർഷം. സംഭവത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പുനലൂർ വാളക്കോട് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരത്തിനിടെ വാർഡ് മെമ്പർ കുഴഞ്ഞു വീണു. വേനൽ മഴയ്ക്കൊപ്പം കാറ്റും മിന്നലും നാശം വിതച്ചു. പുനലൂർ താലൂക്കിൽ നിരവധി വീടുകൾ തകർന്നു. ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ സർക്കാർ ആർജവം കാട്ടണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇടമൺ ആര്യങ്കാവ് റീച്ചിലെ ഗേജ് മാറ്റ ജോലികൾ മന്ദഗതിയിൽ. പാലങ്ങളിലെ പഴയ ഉരുക്ക് ഗർഡറുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വൈകിയത് അന്വേഷിക്കാനെത്തിയ ജനപ്രതിനിധിക്ക് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ ശകാരവർഷം. സംഭവത്തെ തുടർന്ന് ചാലിയക്കര വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വാളക്കോട് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധത്തിനിടെ വാർഡ് മെമ്പർ കുഴഞ്ഞു വീണു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിലെ 147 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമാണ് കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത്. ചാലിയക്കര പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇവർക്ക് വേതനം ലഭ്യമാക്കിയിരുന്നത്. എന്നാൽ മുന്നറിയിപ്പ് കൂടാതെ ഇത് വാളക്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ഇത് തൊഴിലാളികൾ അറിഞ്ഞതുമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസ് മാറിയ വിവരം അറിയുന്നത്. തുടർന്ന് തൊഴിലാളികൾ വാർഡ് മെമ്പർ കെ സുരേന്ദ്രനെ വിവരം അറിയിച്ചു. ഇതന്വേഷിക്കാൻ വാർഡ് മെമ്പർ വെള്ളിയാഴ്ച പുനലൂർ വാളക്കോട് പോസ്റ്റ് ഓഫീസിലെത്തി. എന്നാൽ ഇവിടുത്തെ ജീവനക്കാരും പോസ്റ്റ് ഓഫീസ് കെട്ടിടം വാടകയ്ക്ക് നൽകിയ കെട്ടിടമുടമയും ചേർന്ന് മെമ്പറെ അസഭ്യം പറയുകയും മർദ്ദിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അത്രേ. ഇതിൽ പ്രതിഷേധിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ ശനിയാഴ്ച മെമ്പറുടെ ഒപ്പമെത്തി പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. എന്നാൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരും തൊഴിലാളികളും തമ്മിലുള്ള വാക്കുതർക്കം സംഘർഷത്തിന്റെ വക്കോളമെത്തി. സംഘർഷത്തിനിടെ മെമ്പർ കെ സുരേന്ദ്രൻ കുഴഞ്ഞു വീണു. സംഭവസ്ഥലത്തെത്തിയ പുനലൂർ എസ് ഐ ബെന്നിലാലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥിതിഗതികൾ ശാന്തമാക്കി മെമ്പറെ ആശുപത്രിയിലേക്ക് അയച്ചു. 27 ലക്ഷം രൂപയുടെ വിവിധ പ്രവർത്തനങ്ങളാണ് ചാലിയക്കര വാർഡിൽ നടന്നത്. ഇതിൽ 12 ലക്ഷം രൂപയാണ് ഇനിയും വിതരണം ചെയ്യാനുള്ളത്. പുനലൂർ എസ് ഐയും പോസ്റ്റൽ ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ ചൊവ്വാഴ്ചയ്ക്കകം തുക മുഴുവനും വിതരണം ചെയ്യുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശക്തമായ മഴയിലും കാറ്റിലും പുനലൂരിൽ വ്യാപക നാശം. വെള്ളിയാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി ബന്ധം താറുമാറായി. പുനലൂർ മഞ്ഞമൺകാല പാലോട്ടുകോണം പ്രദേശത്താണ് കാറ്റും മഴയും കൂടുതൽ നാശം വിതച്ചത്. പാലോട്ടുകോണം ലക്ഷ്മിക്കുട്ടിയുടെ വീടിന്റെ അടുക്കള ഭാഗം മഴയിൽ പൂർണ്ണമായും തകർന്നു. അനുഗ്രഹയിൽ മോഹനൻ ചന്ദ്രൻ നായരുടെ കടയുടെ മേൽക്കൂര കാറ്റിൽ തകർന്നു. ശക്തിയായ കാറ്റിൽ പ്രദേശത്തെ വാഴ അടക്കമുള്ള കൃഷിവിളകളും നശിച്ചു. റബ്ബർ മരങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും കേബിൾ വിതരണ ശൃംഖലയും തകരാറിലായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വേനൽ മഴയിലും കാറ്റിലും അഞ്ചൽ മേഖലയിലും വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തി. തടിക്കാട് കൈതക്കെട്ടിൽ 4 വീടുകൾ തകർന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലുമാണ് അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശമുണ്ടായത്. തടിക്കാട് കൈതക്കെട്ടിൽ മംഗലശ്ശേരി വീട്ടിൽ അജന പ്രസാദിന്റെ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ മേൽക്കൂര തകർന്നു. രാത്രിയിൽ അഗ്നിശമന സേന എത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. സംഭവ സമയത്ത് വീട്ടിനുള്ളിൽ രോഗിയും കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നെങ്കിലും ഇവർ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൈതക്കെട്ട് ശിവപുരം ദേവീക്ഷേത്രത്തിന് മുകളിലേക്ക് റബ്ബർ മരം കടപുഴകി വീണെങ്കിലും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. കൈതക്കെട്ട് ശ്രീധരവിലാസത്തിൽ ഭാർഗവിയുടെയും സുനിതാ ഭവനിൽ ശശാങ്കന്റെയും വീടുകൾ കാറ്റിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കൈപ്പള്ളിമുക്കിൽ നിരവധി പേരുടെ വാഴകൃഷിയും മഴയിൽ നശിച്ചു. ഏരൂർ, അലേമൺ, വിളക്കുപാറ, തടിക്കാട്, അറയ്ക്കൽ, ഇടയം തുടങ്ങിയ മേഖലകളിലും കാറ്റിലും മഴയിലും വ്യാപക നാശമുണ്ടായി. പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധവും താറുമാറായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശക്തമായ ഇടിമിന്നലിൽ കരവാളൂർ വട്ടമണ്ണിൽ വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വട്ടമൺ മായാഭവനിൽ കണ്ണന്റെ വീടാണ് ഇടിമിന്നലിൽ തകർന്നത്. വീട്ടിലെ വൈദ്യുതീകരണ സംവിധാനവും ഭിത്തികളും മിന്നലിൽ തകർന്നിട്ടുണ്ട്. കണ്ണന്റെ ഭാര്യ മായ, മക്കളായ അമൽ, ആരോമൽ എന്നിവരും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ശക്തമായ മിന്നലുണ്ടായതോടെ നിലവിളിച്ചോടിയ വീട്ടുകാർ അടുത്ത വീട്ടിലേക്ക് ഓടി അഭയം പ്രാപിക്കുകയായിരുന്നു. 3:30-4 മണിയായി കാണുമായിരിക്കും. ഭയങ്കര ഇടി വെട്ടി അടുക്കളയിൽ നിൽക്കുമായിരുന്നു ഞാനും മക്കളും കൂടെ. പെട്ടെന്ന് ഒരു തീ ഏതോ പോലെ വരുന്നത് പോലെ തോന്നിയപ്പോൾ പെട്ടെന്ന് ഇവന്മാരെയും കൊണ്ട് ഞാൻ ഹാളിലോട്ട് പോയതുകൊണ്ട് പിന്നെ ഒരു മിന്നൽ പോലെ വന്നിട്ട് എല്ലാം അങ്ങ് കത്തി. എന്തോ ഒരു സൗണ്ടും കേട്ട് ഭയങ്കര ബാധയും വന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ അലറി വിളിച്ചുകൊണ്ട് ദേഹത്തൂടെ ഏതോ അങ്ങ് പോയതുപോലെ തോന്നി. ദേഹത്ത് ഏതോ മിന്നലോ വന്ന് ഇടിച്ച് ഏതോ ഒരു തീകോളം പോലെ വന്നങ്ങ് തോന്നി. ഞങ്ങളെല്ലാം കൂടെ അലറി വിളിച്ചുകൊണ്ട് ഇവിടുന്ന് അച്ഛൻ്റെ വീട്ടിലോട്ട് ഓടിപ്പോയി. വെള്ളിയാഴ്ച 3:30 സംഭവം. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രകൃതിക്ഷോഭത്തിൽ നിന്നും രക്ഷ നേടാൻ മിന്നൽ രക്ഷാ ചാലകം ഉൾപ്പെടെയുള്ളവ പ്രദേശത്ത് സ്ഥാപിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ ആവശ്യപ്പെട്ടു. സർക്കാർ തന്നെ ഇതിനൊരു പ്രത്യേക ഈ സ്ഥലത്തിനൊരു പ്രത്യേക പരിഗണന കൊടുത്ത് അതിന്റെ ഈ ഏറ്റവും ഉയർന്ന നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമാണെന്ന നിലയ്ക്ക്
ഈ മിന്നൽ രക്ഷാചാലകം പോലുള്ള അതെല്ലാം സാങ്കേതിക വിദ്യകൾ വരെ ഈ പ്രദേശത്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം ഗവൺമെന്റിന്റെയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം നേരിടുന്നവർക്ക് കാലതാമസം കൂടാതെ ധനസഹായം എത്തിക്കാൻ സർക്കാർ ആർജവം കാട്ടണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ കരവാളൂരിൽ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായ കാറ്റിലും മഴയിലും ദുരിതം നേരിട്ട കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളും ദുരിതബാധിതരെയും നേരിൽ കണ്ട ശേഷമാണ് അദ്ദേഹം സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ കർഷകർക്ക് ഇന്നലത്തെ കാറ്റിലും അതുപോലെ തന്നെ കടുത്ത പേമാരിയും തുടർന്ന് തന്നെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 17ഓളം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. 2000-ഓളം വാഴകൾ ഈ കാറ്റിലും മഴയിലും പെട്ടുപൊഴുത് ഒടിഞ്ഞും നശിച്ചും പോയിട്ടുണ്ട്. 800-ഓളം റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. വീടുകളുടെ നാശനഷ്ടങ്ങൾ, വൈദ്യുതി ബന്ധം തന്നെ പൂർണ്ണമായും ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ്, മാത്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട തെവിയോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട പ്രതിനിധിയാണ് ഇന്നുള്ളത്. ഗവൺമെൻറ് വളരെ അടിയന്തരമായും ഇടപെട്ടിട്ട് എന്നെങ്കിലും നഷ്ടപരിഹാരം കണക്കാക്കി അവർക്ക് നൽകിയാൽ പോരാ. വീട് നശിച്ചവർക്ക് ഒരാഴ്ചക്കകം തന്നെ അവർക്ക് പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. കർഷകർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ടുള്ള സഹായവും കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് അടിയന്തരമായി തന്നെ അവർക്ക് നൽകണം. ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധകാല പരിസ്ഥിതി നേരിടുന്നത് പോലെ ഇലക്ട്രിസിറ്റി അധികാരികളായിട്ടുള്ള ആളുകൾ ഇടപെട്ട് ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിച്ച് ഗതാഗതം ഉൾപ്പെടെ തന്നെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ നീക്കണം. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ്, വാഴവിള, കോക്കാട് ഭാഗങ്ങളിൽ മാത്രമായി 50 ലക്ഷത്തിൽ പുറത്ത് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. റബ്ബർ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണു. വാഴ, വെറ്റില ഉൾപ്പെടെയുള്ള കൃഷികളും വ്യാപകതോതിൽ നശിച്ചിട്ടുണ്ട്. 18ഓളം വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട്. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വീട് പുനർനിർമ്മിക്കാൻ 2 ദിവസത്തിനകം ധനസഹായം ലഭ്യമാക്കണമെന്നും എസ് ജയമോഹൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാസങ്ങളായി കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇടുക്കുപാറ കല്ലുമല നിവാസികൾ. ചടയമംഗലം, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ ഇരു പഞ്ചായത്തുകളും വിമുഖത കാട്ടുകയാണ്. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ചടയമംഗലം, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇടുക്കുപാറ ഉയർന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ വേനൽ മഴ ലഭിച്ചിട്ടും കിണറുകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. കുടിവെള്ള പദ്ധതിയുടെ കാലപ്പഴക്കം ചെന്ന മോട്ടോർ ദിനവും തകരാറിലാകുന്നത് നിവാസികളുടെ കുടിവെള്ളം മുടങ്ങുവാൻ ഇടയാക്കുന്നു. ഇടുക്കുപാറ കല്ലുമല പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഏതാണ്ട് 50 ലക്ഷം രൂപയോളം മുടക്കി സ്ഥാപിച്ചാണ് കല്ലുമല കുടിവെള്ള പദ്ധതി. എന്നാൽ അന്ന് സ്ഥാപിച്ച മോട്ടോർ കാലഹരണപ്പെട്ടതുകൊണ്ട് നിരന്തരം അത് കംപ്ലൈൻ്റ് ആകുന്നു. പ്രദേശ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം തീരാമുഖിയായി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ വേനൽ മഴ ഇത്രയും ഇവിടെ ലഭ്യമായിട്ട് പോലും ജനങ്ങൾക്ക് മതിയായ രീതിയിൽ വെള്ളം ലഭിക്കുന്നൊരവസ്ഥ ഇല്ല. കുഴിയം ജംഗ്ഷനിലാണ് പമ്പ് ഹൌസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. കുടിവെള്ളം കിട്ടാത്തതിന്റെ കാരണം തിരക്കി ഇവിടുത്തെ ജനങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. മോട്ടോർ തകരാറിലാണെന്ന മറുപടി പറഞ്ഞ ജനങ്ങളെ മടക്കി വിടുകയാണ് പതിവ്. കുടിവെള്ളം കിട്ടിയിട്ട് 1 മാസത്തോളം ആവുന്നു. ഇവിടുത്തെ AOയെ പലവട്ടം ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വൈൻഡിങ്ങിന് കൊടുത്തേക്കാണ്, പെയിന്റ് അടിക്കണം, മറ്റാ മറിച്ചെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരായിട്ട് ഇവിടുത്തെ ആൾക്കാർ ചുമന്നും പൈസയും മേടിച്ചാണ് വെള്ളം കിട്ടുന്നത്. പിക്കപ്പിൽ നിന്നും പല സ്ഥലത്തുനിന്നും വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 4 വർഷമായി ഇവിടെ സ്ഥിരം വെള്ളം കിട്ടിയിട്ട് 700 മുതൽ 1000 രൂപ വരെ നൽകിയാണ് ഇവിടുത്തുകാർ ഇപ്പോൾ കുടിവെള്ളം വാങ്ങുന്നത്. ഈ മോട്ടോർ ശരിയാക്കി വല്ലപ്പഴ ഒന്ന് ശരിയായി ഒരു ദിവസം വെള്ളം വരുമെങ്കിൽ പിറ്റേന്ന് ആ മോട്ടോർ കേടാവും. അവരെ ഈ മോട്ടോർ മാറത്തുമില്ല. ഈ പന്ന മോട്ടോർ പിന്നെ നന്നാക്കി കഴിയുമ്പോഴത്തേക്ക് അത് കേടാവും. കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ മോട്ടോർ ഒന്ന് മാറാൻ പറഞ്ഞാൽ അവർക്ക് പൈസ ഇല്ല. എവിടെയെല്ലാം ഞങ്ങൾ വണ്ടി വിളിച്ച് കടയ്ക്ക ഇതിന്റെ ആഫീസിൽ ചെന്ന് അവിടെ ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി എന്തെല്ലാം ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ പോകും. പക്ഷെ എന്ത് ചെയ്യാനൊക്കെ അവർക്ക് ഇതിനെപ്പറ്റി മൈൻഡും ചെയ്യുന്നില്ല. അവര് വെള്ളം മോട്ടോർ വേറെ മാറി വെച്ചെങ്കിലേ ഈ പഴയ മോട്ടോർ എത്രയോ വർഷം കൊണ്ടിരിക്കുന്നത് അതൊന്ന് നന്നാക്കി വെക്കും, അതങ്ങ് അടിച്ചങ്ങ് 1000 ലിറ്ററും 800. നമുക്ക് നിവർത്തിയില്ല മക്കളെ ഇനിയും വെള്ളം മേടിക്കാൻ. കാര്യം നമ്മള് നിവർത്തിയില്ലാത്തവരെ. വരൾച്ച സമയങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഇവിടെ അനുഭവപ്പെടാറുണ്ട്. രോഗികൾ അടക്കമുള്ളവർ വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. 4 വർഷത്തോളമായി വേനൽക്കാല ജലവിതരണവും ഇവിടെ നടക്കുന്നില്ല. കുളനിലോട്ട് ഒട്ടും വെള്ളമില്ല, എല്ലാം പൊട്ടി തകർന്ന് കിടക്കുവാണ്. കുടിവെള്ളം ഇല്ല.
എല്ലാം ആറ്റിപ്പോയിലെ പുരുത്ത വെള്ളമാണ് കോരിക്കൊണ്ടുവന്ന ഒരു കുടിക്കും കൊടുക്കും ചെയ്യുന്നത്. വെള്ളം കൊണ്ടുവരാൻ റോഡ് ശരിയല്ല. ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നാൽ അവർ തെറിച്ചു പോകുന്നു പറഞ്ഞ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവരങ്ങനെയാ പറയുന്നത്. പൈസ കൊടുത്താലും മേടിച്ച കല്ലുമല കോളനി ഇപ്പൊ കഴിഞ്ഞ വർഷം വെള്ളം ഇല്ലായിരുന്നു, ഈ വർഷം വെള്ളം ഇല്ല. അവര് പറയുന്നത് ഈ റോഡ് ശരിയാവട്ടെ അപ്പോഴും ഒന്ന് ശരിയാക്കി തരാം എന്നാണ് അവര് പറയുന്നത്. അതെല്ലാം റോഡ് ശരിയാക്കിയാൽ റോഡെല്ലാം തകർന്ന് അവര് വെട്ടി കീറി അങ്ങനെ ഇട്ടിട്ടുണ്ട്, അവരുടെ പാട്ടിന് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ മെമ്പർ വന്നല്ല പിറ്റന്ന് തൊട്ട് വെള്ളത്തിന് പ്രശ്നം, പിന്നെ ഇന്ന് വരെ ശരിയായില്ല. ഇപ്പൊ 3-4 വർഷമായി. അവരോട് പറയുമ്പോ അവര് നമ്മളെ അടിക്കാൻ നിൽക്കുക, പിന്നെ അവരെന്ത് ചെയ്യാന്? അതുകൊണ്ട് എങ്ങനെയെങ്കിലും വെള്ളം കിട്ടിയേ രക്ഷപ്പെടാൻ പറ്റും. പ്രദേശത്തെ മേപ്പുറം അംഗൻവാടിയിലെ പ്രവർത്തനവും കുടിവെള്ളം ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലാണ്. കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളവും രക്ഷകർത്താക്കൾ എത്തിക്കുന്ന വെള്ളവും ഉപയോഗിച്ചാണ് അംഗൻവാടിയിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറുന്നത്. മഴ വരുമ്പോൾ പാത്രങ്ങളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവർക്കിപ്പോൾ ഏകാശ്രയം. തിരഞ്ഞെടുപ്പിന് തലേദിവസം തിരക്കിട്ട് കുടിവെള്ള വിതരണം നടത്തിയതല്ലാതെ പിന്നീട് ഇതുവരെ ജലവിതരണം നടന്നിട്ടില്ല. കുടിവെള്ള വിതരണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരത്തിനൊരുങ്ങുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിലെ ഇടമൺ ആര്യങ്കാവ് റീച്ചിലെ ഗേജ് മാറ്റ ജോലികൾ മന്ദഗതിയിൽ. പാതയിലെ പാലങ്ങളിലെ പഴയ ഉരുക്ക് ഗർഡറുകൾ നീക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പുനലൂർ ഇടമൺ റീച്ചിൽ അന്തിമഘട്ട ഗേജ് മാറ്റ ജോലികൾ പുരോഗമിക്കുമ്പോഴും പാതയിലെ ഇടമൺ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്തെ ജോലികൾ മന്ദഗതിയിലാണ്. കഴുതുരുട്ടി മേൽപ്പാലത്തിലെ പഴയ ഉരുക്ക് ഗർഡറുകൾ നീക്കുന്ന ജോലികൾ ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഇടമൺ ആര്യങ്കാവ് റീച്ചിലെ പാലങ്ങൾ ബലപ്പെടുത്തുന്ന ജാക്കറ്റിംഗ് ജോലികളും പാതിവഴിയിൽ സ്തംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സ്വകാര്യ കമ്പനിക്ക് ലേലത്തിൽ നൽകിയ ഉരുക്ക് ഗർഡറുകൾ റെയിൽവേ സംരക്ഷണ സേനയുടെയും റെയിൽവേ പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലെത്തിച്ച് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് സ്വകാര്യ കമ്പനി ലേലത്തിൽ പിടിച്ചത്. എന്നാൽ ഗേജ് മാറ്റത്തിന്റെ സങ്കീർണ ജോലികൾ പലതും ഇനിയും തുടങ്ങാനായിട്ടില്ല. ഇത് ആര്യങ്കാവ് വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കാനിടയാക്കുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പുനലൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം റോഡ് തകർന്നത് വാഹന ഗതാഗതം അപകടത്തിലാക്കുന്നു. റെയിൽവേ മേൽപ്പാലത്തിന്റെ ജാക്കറ്റിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് പൂർണ്ണമായും തകർന്നത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ റോഡിന്റെ ഒരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഗതാഗതം നടക്കുന്നത്. അതോടൊപ്പം റോഡിന്റെ തകർച്ച കൂടിയായപ്പോൾ ഇതുവഴി കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. കുടിവെള്ള പദ്ധതിക്ക് പമ്പ് ചെയ്ത് ഓവർഫ്ലോ പോകുന്ന വെള്ളം കല്ലടയാറ്റിലേക്ക് ഒഴുകുന്ന ഓട റെയിൽവേയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണ് നിറഞ്ഞ് അടഞ്ഞ നിലയിലാണ്. ഇതും റോഡ് തകരാൻ ഇടയാക്കിയിട്ടുണ്ട്. റോഡിൽ വലിയ കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ടതിനാൽ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിന്റെ തകർച്ച പരിഹരിക്കാനോ അപകടാവസ്ഥ ഇല്ലാതാക്കാനോ അധികൃതരാരും ഇതുവരെയും ശ്രമം നടത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം താലൂക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ അനധികൃത കശാപ്പുശാലകൾ വ്യാപകമായിട്ടും തടയാൻ നടപടിയില്ല. കശാപ്പ് കേന്ദ്രങ്ങൾ ലേലത്തിൽ വിട്ടു നൽകാത്തത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടാകുന്നത്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. പത്തനാപുരം താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ അനധികൃത മാംസവിപണന കേന്ദ്രങ്ങൾ വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ മൌനം പാലിക്കുകയാണ്. വർഷങ്ങളായി ലേല നടപടികൾ നടക്കാത്തതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ടാകുന്നത്. പത്തനാപുരം, വിളക്കുടി, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് അനധികൃത ഇറച്ചി വിൽപ്പനയും കശാപ്പ് കേന്ദ്രങ്ങളും വ്യാപകമായിട്ടുള്ളത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ തന്നെ മാങ്കോട്, വാഴപ്പാറ, കുണ്ടയം തുടങ്ങിയ പ്രദേശങ്ങളിലും, വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ കുന്നിക്കോട്, ആവണീശ്വരം, ഇളമ്പൽ തുടങ്ങിയ പ്രദേശങ്ങളിലും, പട്ടാഴി വടക്ക്, തലവൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും അനധികൃത കശാപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കശാപ്പിന് ശേഷം വേണ്ടവിധം മറവ് ചെയ്യാതെ മാംസമാലിന്യങ്ങൾ റോഡരികിൽ നിക്ഷേപിക്കുന്നത് പരിസര മലിനീകരണത്തിനും രൂക്ഷമായ ദുർഗന്ധത്തിനും ഇടയാക്കുന്നുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലാണ് കശാപ്പ് കേന്ദ്രങ്ങൾ വ്യാപകമായിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ മിക്ക ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്നാണ് മാംസം കൊണ്ടുപോകുന്നത്. അനധികൃത കശാപ്പ് കേന്ദ്രങ്ങൾക്കും ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾക്കുമെതിരെ പഞ്ചായത്തുകളും ആരോഗ്യവകുപ്പും നടപടി ശക്തമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അക്ഷയ തൃതീയ ആഘോഷമാക്കി പുനലൂരിലെ ആഭരണശാലകൾ. വെള്ളിയാഴ്ച ജുവലറികളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. സാധാരണ ദിവസങ്ങളിൽ നിന്നും 3 ഇരട്ടിയിലധികം വിൽപ്പനയാണ് ആഭരണശാലകളിൽ നടന്നത്. അക്ഷയ തൃതീയ ദിനമായ വെള്ളിയാഴ്ച പുനലൂരിലെ ആഭരണശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈശാഖ മാസത്തിലെ തൃതീയ ദിനത്തിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാൽ വർഷം മുഴുവൻ സ്വർണത്തിന്റെ വരവാകുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് പുനലൂരിലെ ഓരോ ആഭരണശാലകളും ഒരുക്കങ്ങൾ നടത്തിയത്. അക്ഷയ തൃതീയ എന്ന സൌഭാഗ്യ തൃതീയയിൽ സ്വർണം വാങ്ങാൻ പണം സ്വരുക്കൂട്ടി വെച്ചാണ് മിക്കവരും ആഭരണശാലകളിൽ എത്തിയത്. സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവാണ് ആഭരണശാലകളിലുണ്ടായത്. 3 ഇരട്ടിയിലധികം വിറ്റുവരവ് നടന്നതായി സ്വർണ്ണ വ്യാപാരികൾ വ്യക്തമാക്കി. പുനലൂരിലെ പ്രമുഖ വ്യാപാരികളുടെ പ്രതികരണങ്ങൾ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങി വെക്കുവാനും സ്വർണം, തുണി എന്നിങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും വാങ്ങുന്നതിനുള്ള
ഒരു സമയം ഈ അക്ഷയ ദിനത്തിൽ പ്രധാനമായിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കലിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന കെ.പി. കരുണാകരന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. ചിതറയിൽ കെ.പി. കരുണാകരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കെ.പി. കരുണാകരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചിതറ കിഴക്കുംഭാഗം ഐറിസ് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുസ്മരണ യോഗം. അനുസ്മരണ സമ്മേളനവും ഹൈടെക് കൃഷി സെമിനാറും ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് കെ.പി. കരുണാകരൻ എന്ന് മുരളീധരൻ നായർ അനുസ്മരിച്ചു. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഒരു അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അനേക വർഷക്കാലം പോരാടിയ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരിയായി ഒരു സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കെ.പി. കരുണാകരൻ മറ്റ് പൊതുപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തനായി നിലനിൽക്കുന്നത് എന്നാണ് എന്റെ ചിന്താഗതി. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അതായിരുന്നു ശ്രീ കെ.പി. കരുണാകരൻ ഈ സമൂഹത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഫൗണ്ടേഷൻ ചെയർമാൻ എ.എസ്. ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മടത്തറാനിൽ സ്വാഗതം പറഞ്ഞു. ഹൈടെക് കൃഷി സെമിനാർ, കർഷകരെ ആദരിക്കൽ, പാലിയേറ്റീവ് കെയർ, ചികിത്സാ ധനസഹായം എന്നിവയും സംഘടിപ്പിച്ചു. ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു, സിപിഐ കടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി എസ്. ബുഹാരി, കെ. സുകുമാരപിള്ള, കൊല്ലായിൽ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സേവ് എ ഫാമിലി പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി PSS ഹാളിലായിരുന്നു പരിപാടി. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായാണ് PSSSന്റെ നേതൃത്വത്തിൽ സേവ് എ ഫാമിലി പ്ലാൻ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സംഗമം പുനലൂർ MLA കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്താണ് നമ്മുടെ ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്നത്. ആര്യങ്കാവ് പഞ്ചായത്തിൽ പുറത്തുകൂടി ഒക്കെ അടക്കം ഉള്ള, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും കുറച്ചുണ്ട്, ആലപ്പുഴ ജില്ലയിലും ഇല്ലെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ST ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ST വിഭാഗത്തിന് വേണ്ടിയിട്ട് ഭരണഘടനാപരമായിട്ടുള്ള തന്നെ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഓരോ പദ്ധതിയിലും നീക്കിവെക്കുന്ന തുക, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുക, ആ നീക്കിവെക്കുന്ന തുക ചെലവഴിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഔദ്യോഗിക പരമായിട്ടുള്ള അതിന്റെ ആ സംവിധാനം, അതിനു വേണ്ടിയിട്ട് ആ തുകയെല്ലാം ചെലവഴിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ നാളിതുവരെ നമ്മുടെ ആസൂത്രണ ബോർഡും എല്ലാം കൂടെ തീരുമാനിച്ചനുസരിച്ച് ജനവിഭാഗത്തിന്റെ ST ജനവിഭാഗത്തിന്റെ കണക്കെടുത്തിട്ട് അവർക്ക് നീക്കിവെച്ചുള്ള തുക ഓരോ വ്യക്തിക്കും വിളിച്ച് കൈ കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഓരോ ST കുടുംബം അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ എടുത്തു പറഞ്ഞാലും അവരെല്ലാം ലക്ഷാധിപതികളായിരുന്നു. PSS അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ റോയ് പ്രകാശ് B. സിംസൺ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ ഫാദർ ജോയി സാമുവൽ സ്വാഗതം പറഞ്ഞു. തൊളിക്കോട് ഇടവക വികാരി ഫാദർ ജൂഡ് തദേവൂസ്, ഫാദർ സേവിയർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അക്ഷയ തൃതീയ ദിനത്തിൽ സംഘം ജുവലേഴ്സ് എന്ന പേരിൽ പുനലൂരിൽ ആഭരണശാല പ്രവർത്തനം തുടങ്ങി. പുനലൂർ ചാപ്റ്റർ കോളേജിന് സമീപത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ. രാജു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 നടന്ന ചടങ്ങിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ. രാജു ജുവലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ വത്സ JP ജോൺ, BJP സംസ്ഥാന സെക്രട്ടറി B. രാധാമണി, മുൻ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, ഇടമൺ റജി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലിയക്കരയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വൈകിയത് അന്വേഷിക്കാനെത്തിയ ജനപ്രതിനിധിക്ക് പോസ്റ്റൽ ജീവനക്കാരുടെ ശകാരവർഷം. സംഭവത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പുനലൂർ വാളക്കോട് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരത്തിനിടെ വാർഡ് മെമ്പർ കുഴഞ്ഞു വീണു. വേനൽ മഴയ്ക്കൊപ്പം കാറ്റും മിന്നലും നാശം വിതച്ചു. പുനലൂർ താലൂക്കിൽ നിരവധി വീടുകൾ തകർന്നു. ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ സർക്കാർ ആർജവം കാട്ടണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇടമൺ ആര്യങ്കാവ് റീച്ചിലെ ഗേജുമാറ്റ ജോലികൾ മന്ദഗതിയിൽ. പാലങ്ങളിലെ പഴയ ഉരുക്ക് ഗർഡറുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ തുടങ്ങി. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.